നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കുവൈറ്റ് ദുരന്തം. കേന്ദ്ര സർക്കാർ തത്സമയം പ്രവർത്തിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ നാട്ടിലെത്തിച്ചു. വിദേശ രാജ്യങ്ങളുമായി സമ്പർക്കം പുലർത്തേണ്ടത് വിദേശകാര്യ മന്ത്രാലയമെന്നും കെ സുരേന്ദ്രൻ. പട്ടാപ്പകൽ ചങ്ങനാശ്ശേരിയിൽ ജ്വല്ലറിയിൽ മോഷണം. സ്വർണമാലകളുമായി രക്ഷപ്പെട്ട പ്രതി പിടിയിലായത് കോഴിക്കോട് സ്വദേശി ജിതിൻ രാജ്. പള്ളിക്കത്തോട് പഞ്ചായത്തിൽ വിദ്യാദീപം പദ്ധതിക്ക് തുടക്കം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരാതി അദാലത്തും. വാർത്തകൾ വിശദമായി. കുവൈറ്റ് ദുരന്തം ഉണ്ടായി 48 മണിക്കൂറിനുള്ളിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ തത്സമയ ഇടപെടൽ മൂലമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് സംസ്ഥാനങ്ങൾ വിദേശ രാജ്യങ്ങളുമായി സമ്പർക്കം പുലർത്തേണ്ടതെന്നും അത് കാറ്റിൽ പറത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കുവൈറ്റ് ദുരന്തം ഉണ്ടായി 48 മണിക്കൂറിനുള്ളിൽ മൃതദേഹങ്ങൾ എല്ലാ നടപടികളും പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ തത്സമയ ഇടപെടൽ മൂലമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഗൾഫിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും 10 ദിവസം വരെ നീളാറുണ്ട് മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ. അതാണ് 48 മണിക്കൂറിനുള്ളിൽ സാധിച്ചത്. ഒപ്പം പ്രവാസി പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ജാഗ്രതയും കരുതലുമാണ് വ്യക്തമാക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് വേണം ഭൗതികദേഹങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ നോക്കൂ, നിങ്ങൾ ഇന്നേ വരെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നാം കേട്ടിട്ടില്ല. ഈ ഒരു ദുരന്തം ഉണ്ടായപ്പം എല്ലാ നടപടികളും പൂർത്തിയാക്കി പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രിയുടെയും എല്ലാം ഇടപെടലിന്റെ ഫലമായിട്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ട് ഇന്നലെ നമുക്ക് 23 ഭൗതികദേഹങ്ങൾ ഇവിടെ എത്തിക്കാൻ സാധിച്ചു. വളരെ ശക്തമായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടിരിക്കുന്നത്. അതിവേഗത്തിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പിഴവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് സംസ്ഥാനങ്ങൾ വിദേശ രാജ്യങ്ങളുമായി സമ്പർക്കം പുലർത്തേണ്ടത് എന്നിരിക്കെ അത് കാറ്റിൽ പറത്താനാണ് പലപ്പോഴും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിൽ അയക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലായിരുന്നെന്നും കേന്ദ്ര സർക്കാർ നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നതായും കെ സുരേന്ദ്രൻ പറഞ്ഞു. ലോക കേരള സഭ സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും നടത്തുന്നതുകൊണ്ട് പ്രവാസികൾക്ക് യാതൊരു പ്രയോജനവുമില്ല. അടിക്കടി വിദേശ സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി ഗൾഫിലെ ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കാൻ പോലും ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചങ്ങനാശ്ശേരിയിലെ ജ്വല്ലറിയിൽ നിന്നും പട്ടാപ്പകൽ സ്വർണമാലകൾ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ പ്രതി പിടിയിൽ. കോഴിക്കോട് സ്വദേശി ജിതിൻ രാജാണ് പിടിയിലായത്. പട്ടാപ്പകൽ സമയത്ത് ചങ്ങനാശ്ശേരിയിലെ ജ്വല്ലറിയിൽ നിന്നും സ്വർണമാലകളുമായി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി. കോട്ടയത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കോഴിക്കോട് സ്വദേശി ജിതിൻ രാജാണ് പിടിയിലായത്. 34 വയസ്സാണ്. ചങ്ങനാശ്ശേരി സെൻട്രൽ ജംഗ്ഷനിലെ ഗുരുവരം ജ്വല്ലറിയിൽ നിന്നും ചൊവ്വാഴ്ച വൈകുന്നേരം 4:20ഓടെയാണ് 1 പവന്റെ 2 മാലകളുമായി ജിതിൻ രാജ് ഓടി രക്ഷപ്പെട്ടത്. തുടർന്ന് കോട്ടയത്തെത്തിയ പ്രതി 1 മാല പണയം വയ്ക്കുകയും 1 മാല വിൽക്കുകയുമായിരുന്നു. പ്രതിയുമായി പോലീസ് കോട്ടയത്ത് തെളിവെടുപ്പ് നടത്തി മാലകൾ കണ്ടെടുത്തു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചങ്ങനാശ്ശേരിയിലെ ജ്വല്ലറിയിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോയി. ചങ്ങനാശ്ശേരി സ്വദേശി R രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ അനുമോദന സദസ്സും വിദ്യാദീപം പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടൊപ്പം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരാതി അദാലത്തും നടന്നു. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ 2023-24 വർഷത്തെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും വിദ്യാദീപം പദ്ധതിയുടെ ഉദ്ഘാടനവും ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി നിർവഹിച്ചു. എല്ലാവരും ചെയ്യുന്ന ജോലി അതേ രീതിയിൽ ചെയ്യാതെ എന്താ പുതിയതായിട്ട് ഇന്നോവേഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതും വേണം. നമ്മുടെ ലോകം തുടങ്ങിയത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ പലതും ഇപ്പോഴും ഉണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ ചെയ്യുവാനും സൊല്യൂഷൻസ് മാറുന്നുണ്ട്. സൊല്യൂഷൻസ് മാറുമെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്യണം. നമുക്ക് മതിയിലുള്ള ഒരു ടെൻഡൻസി മെറ്റീരിയലിസ്റ്റിക് തിങ്സ് മാത്രമേ വേണം. ഓക്കെ, എനിക്ക് വീട് ഇത് മതി, കാർ ഇത് മതി, ഡ്രസ് ഇത് മതി. പക്ഷേ നോളേജിന് എപ്പോഴും മതിയിലുള്ള ഒരു വാക്ക് വരാൻ പാടില്ല. ഓൾവേസ് യു ഹാവ് ടു ഹണ്ട് ഫോർ നോളേജ്. തേഴ്സ്റ്റ് ഫോർ നോളേജ് ഉണ്ടാവും. ഏത് ചെയ്യുമ്പോഴും എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് ഇത്ര അധികം ഉണ്ട്, അത് മതിയുള്ളത് ഒരു കാരണവശാലും പാടില്ല.
പള്ളിക്കത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു ചടങ്ങിൽ അധ്യക്ഷയായി. വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ കുട്ടികൾക്കായുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. പ്രോജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് പദ്ധതി അവതരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ അശ്വതി സതീഷ്, സനു ശങ്കർ, മോളിക്കുട്ടി മാത്യു, ജെസ്സി ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരാതി അദാലത്തും നടന്നു. കളക്ടർ വി വിഘ്നേശ്വരി പൊതുജനങ്ങളിൽ നിന്നും വിവിധ വകുപ്പുകളിലേക്കുള്ള പരാതികൾ നേരിട്ട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണമടഞ്ഞ പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ വീട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സന്ദർശിച്ചു. BJP സംസ്ഥാന വക്താവ് NK നാരായണൻ നമ്പൂതിരി, ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ജില്ലാ മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം കോട്ടയത്ത് നടന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് കോട്ടയം ജില്ലാ സമ്മേളനം നടന്നു. IMA ഹാളിൽ നടന്ന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കളുടെ എണ്ണം കൂടിവരുന്ന സാഹചര്യത്തിൽ ജലവിഭവ വകുപ്പ് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് ശരാശരി പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ കണ്ട പോരാ. വാട്ടർ അതോറിറ്റി സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവാംശം ഉൾക്കൊള്ളുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പാണ്. വായു പോലെ, വെള്ളം പോലെ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നും ഇല്ലല്ലോ. അതിൽ വെള്ളത്തിൻ്റെ വിതരണമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പുതിയ പദ്ധതികൾ വേണം. വീടുകൾ കൂടുതൽ വരികയില്ലേ, ആ വീടുകൾക്ക് കൂടുതൽ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി വേണ്ടേ. പണ്ടൊരു കാലത്ത് കണക്ഷന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ 3 ദിവസത്തിനുള്ളിൽ കണക്ഷൻ കിട്ടുന്ന ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. KWAPC ജില്ലാ പ്രസിഡന്റ് റോയി മാത്യു അധ്യക്ഷനായി. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ഫിലിപ്പ് ജോസഫ്, V അബ്ദുൾ ബഷീർ, PK കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 480 രൂപ വർദ്ധിച്ച് 53,200 രൂപയിലെത്തി. ഗ്രാമിന് 60 രൂപ കൂടി. 6,650 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ മാസം 20-ാം തീയതി 55,120 രൂപയായി ഉയർന്ന് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചിരുന്നു. തുടർന്ന് 4 ദിവസത്തിനിടെ പവന് 2,000 രൂപ കുറഞ്ഞ ശേഷം ഏറിയും കുറഞ്ഞും നിന്ന സ്വർണ്ണവില കഴിഞ്ഞ ആഴ്ച വീണ്ടും 54,000 രൂപ കടന്ന് മുന്നേറിയിരുന്നു. പാലാ നഗരസഭാ സ്റ്റേഡിയത്തിൽ ട്രാക്ക് പുനരുദ്ധരിക്കുന്നു. സാങ്കേതിക അനുമതി ലഭിച്ചാലുടൻ ടെൻഡർ നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. പാലാ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായുള്ള ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ അറിയിച്ചു. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 7 കോടി രൂപയുടെ പുനരുദ്ധാരണ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റ് വിഹിതം ലഭ്യമായിട്ടുള്ളത്. സിന്തറ്റിക് ട്രാക്ക്, ഗ്രീൻഫീൽഡ്, ഗ്യാലറി, റൂഫിംഗ്, പെയിന്റിംഗ് തുടങ്ങിയ വർക്കുകൾക്കായുള്ള ഭരണാനുമതിയും DPR-ഉം ലഭ്യമായിട്ടുണ്ട്. വിശദമായ എസ്റ്റിമേറ്റ്, സാങ്കേതിക അനുമതി കൂടി ലഭ്യമായാൽ ഉടൻ തന്നെ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങും. സ്പോർട്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അധികൃതരുമായി ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. 6 മാസത്തിനകം പണികൾ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ പറഞ്ഞു. 7 കോടി രൂപ ഫണ്ട് അനുവദിക്കാൻ മുൻകൈയെടുത്ത സർക്കാരിനും മുഖ്യമന്ത്രിക്കും ജോസ് കെ മാണി, തോമസ് ചാഴിക്കാടൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർക്കും നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. വിജയപുരം കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ HSST പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, HSST കെമിസ്ട്രി, കൊമേഴ്സ് തസ്തികകളിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ജൂലൈ 1 രാവിലെ 10 സർട്ടിഫിക്കറ്റ് സഹിതം കോർപ്പറേറ്റ് ഓഫീസിലെത്തണം. ഫോൺ 9497709609. ചങ്ങനാശ്ശേരി അസംഷൻ ഓട്ടോണമസ് കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി, ഹോം സയൻസ്, BCom ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നീ ബിരുദ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. വിവരങ്ങൾക്ക് ഫോൺ 048124200109. കോട്ടയം റബ്ബർ ബോർഡിന്റെ മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷനിലേക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണലുകളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ഇക്കണോമിക്സ് ലോ, മാർക്കറ്റിംഗ് പ്രധാന വിഷയമായി ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ ബിരുദാനന്തര ബിരുദം നേടിവരും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ അടിസ്ഥാന വിവരം ഉള്ളവരുമായിരിക്കണം. അപേക്ഷകരുടെ പ്രായം ജൂൺ 1 30 വയസ്സിൽ കവിയരുത്. താൽപ്പര്യമുള്ളവർ 28-നകം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട വിലാസം: ഡെപ്യൂട്ടി ഡയറക്ടർ, മാർക്കറ്റ് പ്രൊമോഷണൽ ഡിവിഷൻ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, റബ്ബർ ബോർഡ്, കോട്ടയം 9. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുവൈറ്റ് ദുരന്തം. കേന്ദ്ര സർക്കാർ തത്സമയം പ്രവർത്തിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ നാട്ടിലെത്തിച്ചു. വിദേശ രാജ്യങ്ങളുമായി സമ്പർക്കം പുലർത്തേണ്ടത് വിദേശകാര്യ മന്ത്രാലയമെന്നും കെ സുരേന്ദ്രൻ.
പട്ടാപ്പകൽ ചങ്ങനാശ്ശേരിയിൽ ജ്വല്ലറിയിൽ മോഷണം, സ്വർണമാലകളുമായി രക്ഷപ്പെട്ട പ്രതി പിടിയിലായത് കോഴിക്കോട് സ്വദേശി ജിതിൻ രാജ്. പള്ളിക്കത്തോട് പഞ്ചായത്തിൽ വിദ്യാദീപം പദ്ധതിക്ക് തുടക്കം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരാതി അദാലത്തും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.